നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാന്ന് കരുതി. അപ്പോൾ എന്താണ് ഫാഷൻ ഡിസൈനിങ്? ഫാഷൻ ഡിസൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ക്ലോത്ത്. ഇങ്ങനെയല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കഴിയുമോ? അത് നിങ്ങളുടേത് മാത്രമാണെന്ന് പറയാൻ കഴിയുമോ? എങ്കിൽ അതാണ് ഫാഷൻ ഡിസൈനിങ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് അറിയോ? അത് ഞാൻ പറയാം. എനിക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് അറിയാം, എംബ്രോയ്ഡറി അറിയാം, പാറ്റേൺ മേക്കിംഗ് അറിയാം. ഫാഷൻ ഡിസൈനിങ്ങിൽ എനിക്ക് നല്ല നോളേജ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഓർഡറും എടുത്തിട്ടില്ല. പുതുതായിട്ടൊരു ഓർഡർ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഒരു വർക്ക് ഏറ്റെടുക്കാൻ നമുക്ക് കോൺഫിഡൻസ് വേണം, അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് കോൺഫിഡൻസ് വേണം, അല്ലേ? അപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദേർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനും കോൺഫിഡൻസ് ഉണ്ടെന്ന് ഒന്ന് തെളിയിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസിന് കോൺഫിഡൻസ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈയിടെ നടന്നിട്ടുള്ള ബൂട്ട് ക്യാമ്പ് എന്ന പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് സ്വന്തമായിട്ടൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നതിൻ്റെ ഫസ്റ്റ് പടിയാണ് ബൂട്ട് ക്യാമ്പ് എന്ന ആ ഒരു പ്രോഗ്രാം. ഈ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ ബുട്ടീക്ക് ഓണേഴ്സ് ആയിട്ടുണ്ട്, സ്വന്തമായിട്ട് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി സ്കിൽ ഷോർ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് പങ്കെടുത്തിട്ടുള്ളത്. ഈ പങ്കെടുക്കാൻ എടുത്തിരിക്കുന്ന അവരുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് പോലും അവരുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്, അല്ലേ? പല ഏരിയയിൽ നിന്ന് വളരെ റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ പങ്കെടുക്കാൻ അവരെടുത്ത ഡിസിഷൻ അവരുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് ബുട്ടീക്ക് തുടങ്ങിയവരാണ് ഇവർ. അതും അവരുടെ കോൺഫിഡൻസിൻ്റെ ഭാഗം തന്നെയല്ലേ? അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് കോൺഫിഡൻസ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബൂട്ട് ക്യാമ്പ് എന്ന ഈ ഒരു പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത്രയും ആളുകൾ ഒരുമിച്ച് ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്താൽ അത് സക്സസ് ആവുമോ എന്നുള്ളത്. നമുക്ക് ഇന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്താൽ അറിയാം, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം എന്ത് ചെയ്യാണ്? ഇതുപോലെ ബൊട്ടീക്കുകൾ, ഓൺലൈൻ ബൊട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് ഓൺലൈൻ ബൊട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഉറപ്പായിട്ടും സക്സസ് ആവും. കാരണം ഓരോരുത്തരുടെയും മൈൻഡ് വളരെ വ്യത്യസ്തമാണ്. ഓരോ ഡിസൈനറുടെയും മനസ്സ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ളതാണ്. കാരണം നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നു, അത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഏത് ഭാഗത്തും നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരാൾ ചെയ്യുന്നതല്ല മറ്റൊരാൾ ചെയ്യുന്നത്, അതല്ല ഒരു ത്രെഡ് അയാൾ എടുക്കുന്ന കളർ ആയിരിക്കില്ല മറ്റൊരാൾ എടുക്കുന്നത്, വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോ പാർട്ടിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും വർക്കുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിസൈനറുടെയും പീസുകൾ വളരെ യുണീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വളരെ വലിയൊരു സ്കോപ്പാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. നമുക്കറിയാം, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകൾ ഓൺലൈൻ ബൊട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റി മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് അവർ ഈ ഒരു ഫീൽഡിൽ സക്സസ് ആവുന്നത്, അല്ലേ? അപ്പം നിങ്ങളും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണം. എങ്കിലേ നമുക്ക് ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് ഫീൽഡിലും സക്സസ് ആകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് കോമൺ ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ് എഐക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തും ബൊട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവരെല്ലാം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എഐ ഉണ്ടെങ്കിലാണ് ബൊട്ടീക്കുകൾ കൂടുതൽ സക്സസ്ഫുൾ ആകുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എഐക്ക് മുന്നേ ഉള്ളവർ സക്സസ് ആയിട്ടില്ലേ? തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. കാരണം എഐക്ക് മുമ്പും എഐക്ക് ശേഷമുള്ള ആ ഒരു ടൈമിൻ്റെ ഡിഫറൻസ് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എഐക്ക് മുമ്പുള്ള ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വളരെ ഒരു ഷോപ്പൊക്കെ ഇട്ട് അവിടെ ഒരു എംപ്ലോയി ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്നു, ഒരു മോഡലിനെ വെച്ച് അവർക്കുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ ലോങ് ആണ്, വളരെ കൂടുതൽ എക്സ്പെൻസ് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു വർക്ക് ചെയ്ത് കഴിയണമെങ്കിൽ അതിന് ഒരുപാട് ടൈം അവരെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു മോഡലിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനൊരു മോഡൽ ഇല്ലാതെ തന്നെ അതിൻ്റെ ഫോട്ടോഷൂട്ട് നടത്താം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലാഭം? നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ടൈം ലാഭിക്കാൻ കഴിയുന്നത്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു ഡ്രസ്സ്, പുതിയൊരു ഡിസൈൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത്രയും ടൈം നമുക്ക് ആലോചിക്കാനുള്ള ടൈം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബിസിനസ്സുകളിൽ നല്ലൊരു മാറ്റം അവിടെയുണ്ട്. അവിടെയും നമുക്ക് വിജയമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് വിജയ സാധ്യത കൂടുതലാണ്. പവേർഡ് ആകുമ്പോൾ ഒരുപാട് സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. ആ ഒരു ബുട്ടീക്കിൽ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിസിനസ് സക്സസ് ആയോ?
സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ സക്സസ് ആയി. ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രമാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ് അല്ലേ, അതിനപ്പുറം കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് അറിയണം. അതിനുവേണ്ടി എന്തറിയണം? ഇ കൊമേഴ്സിനെ കുറിച്ച് അറിയണം. ഇ കൊമേഴ്സ് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇ കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ, അതേപോലെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പേജുകളിലാണ് അല്ലേ. അപ്പോൾ ഇതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാം. ഇന്ന് നമ്മുടെ ഒരാളുടെ ഒരു വ്യക്തിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും കൂടുതൽ സമയം അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഈ ഒരു സർക്കിൾ കടന്ന് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഇനി അതല്ല, ഇനി ഒരു ഓൺലൈനിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ കറക്റ്റായിട്ട് മൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബൊട്ടിക് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ എന്നല്ല, ഇന്ന് ഏത് ഫീൽഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏത് പ്രൊഡക്റ്റും, ഇനി നിങ്ങളൊരു ഗാർമെൻറ്റ് എന്നതിലുപരി മറ്റെന്ത് ചെയ്യുകയാണെങ്കിലും അത് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇ കൊമേഴ്സ്. ഇനി നിങ്ങൾക്ക് ഇ കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇ കൊമേഴ്സിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ലീഗൽ പ്രൊസീജിയേഴ്സ് നമ്മൾ കടന്നു പോകണം എന്നതിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ മീഷോയിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ സ്വന്തമായിട്ടൊരു സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയണം അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ ഒരു 1 ഇയർ കോഴ്സിൽ സ്കിൽഷോർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ കോഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് AI അല്ലേ. ഈ AI എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ഫീൽഡിൽ എങ്ങനെയാണ് കൂടുതലായിട്ട് AI യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു മിസ്, ഇപ്പം നമ്മളൊരു മോഡലിനെ കൊണ്ടുവരണം, ആ മോഡലിലേക്ക് ഡ്രസ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും AI യൂസ് ചെയ്തിട്ട്. ഒരു മോഡലിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് വേറെ ഇത് തരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. മോഡൽ ക്രിയേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഐഡിയാസ് കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ മോഡലിനെയും പ്രൊഡക്റ്റിനെയും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതും ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് AI ഫാഷൻ ഡിസൈനിങ്ങും നമ്മുടെ ഈ ഒരു 1 ഇയർ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ AI ഫാഷൻ ഡിസൈനിങ്, ബുട്ടീക് മാനേജ്മെന്റ്, ഇ കൊമേഴ്സ് ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ചോയ്സാണ് സ്കിൽഷോർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻസിനും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.